ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി UAE ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാൻ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. UAEയും ഇന്ത്യയും തമ്മിലുള്ള ശക്തമായ ബന്ധത്തിൽ ഷെയ്ഖ് അബ്ദുള്ള സന്തോഷം പ്രകടിപ്പിച്ചു. ഇന്ത്യ UAE സംയുക്ത കമ്മീഷൻ യോഗത്തിന്റെയും സംഭാഷണത്തിന്റെയും പ്രാധാന്യം ഊന്നി പറഞ്ഞു. ഇരു രാജ്യങ്ങളുടെയും തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും വികസന മുൻഗണനകളെ പിന്തുണയ്ക്കുന്നതിനുമുള്ള പ്രാധാന്യവും വ്യക്തമാക്കി. കുവൈറ്റിൽ കുടുംബ സന്ദർശക വിസയുടെ കാലാവധി 3 മാസമാക്കും. പുതുക്കിയ റെസിഡൻസി നിയമത്തിൽ കുടുംബ സന്ദർശക വിസയുടെ കാലാവധി 3 മാസമായി ഉയർത്തിയിട്ടുണ്ടെന്ന് ആഭ്യന്തര മന്ത്രാലയം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ അലി അൽ അദ്വാനിയാണ് അറിയിച്ചത്. നിലവിൽ 1 മാസമാണ് കുടുംബ സന്ദർശക വിസകളുടെ കാലാവധി. 1 വർഷത്തിനു മുകളിലായി നിർത്തിവച്ചിരുന്ന കുടുംബ സന്ദർശക വിസ കഴിഞ്ഞ മാർച്ച് മാസമാണ് നൽകി തുടങ്ങിയത്. നേരത്തെ 3 മാസത്തെ കാലാവധി മാർച്ച് മുതലാണ് 1 മാസമാക്കി കുറച്ചിരുന്നത്. ഇതാണിപ്പോൾ വീണ്ടും 3 മാസമാക്കി ഉയർത്തിയിരിക്കുന്നത്. മാർച്ച് മുതൽ കുടുംബ സന്ദർശക വിസകൾ അനുവദിച്ചതിൽ ഒരു നിയമലംഘനം പോലും ഉണ്ടായിട്ടില്ലെന്നും അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പ്രധാന കാരണം സ്പോൺസർക്കെതിരെയും നിയമ നടപടി സ്വീകരിച്ചുകൊണ്ടുള്ള സർക്കാർ നിലപാടാണ്. അനധികൃതമായി വിസ കച്ചവടത്തിൽ ഏർപ്പെടുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും പുതിയ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു. 3 മുതൽ 5 വർഷം വരെ തടവ് ശിക്ഷയും അല്ലെങ്കിൽ 5000 ദിനാർ മുതൽ 10000 ദിനാർ വരെ പിഴയും നിഷ്കർഷിച്ചിട്ടുണ്ട്. റെസിഡൻസി കാലാവധിയുണ്ടെങ്കിൽ കൂടി നിയമലംഘനം കണ്ടെത്തിയാൽ വിദേശികൾക്കെതിരെ നാടുകടത്തൽ നടപടി സ്വീകരിക്കുമെന്നും അറിയിച്ചു. ഗാർഹിക തൊഴിലാളികൾക്ക് വിസ ക്യാൻസൽ ചെയ്ത് നാട്ടിലേക്ക് പോയി 4 മാസത്തിനകം പുതിയ വിസയിൽ രാജ്യത്ത് വരാം. നേരത്തെ ഇതിന് 6 മാസമായിരുന്നു അനുവദിച്ചിരുന്നത്. സ്പോൺസറുടെയും തൊഴിലാളിയുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുമെന്നും അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി കൂട്ടിച്ചേർത്തു. ശൈത്യകാലം തുടങ്ങിയതിനാൽ വരും ആഴ്ചകളിൽ UAEയിലെ താപനില 12 ഡിഗ്രി സെൽഷ്യസ് വരെ കുറയുമെന്ന് നാഷണൽ സെന്റർ ഓഫ് മെട്രോളജി വിഭാഗത്തിലെ വിദഗ്ധൻ അറിയിച്ചു. കൂടാതെ വരും ദിവസങ്ങളിൽ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് വ്യക്തമാക്കി. ഡിസംബർ 16 മുതൽ രാജ്യത്ത് വടക്ക് പടിഞ്ഞാറൻ കാറ്റും തണുത്ത അന്തരീക്ഷ ഈർപ്പവും അനുഭവപ്പെടും. ഇത് ക്രമേണ താപനില കുറയുന്നതിന് കാരണമാകും. വരും ദിവസങ്ങളിൽ UAEയിൽ പരമാവധി താപനില 25-26 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 12 ഡിഗ്രി സെൽഷ്യസുമായിരിക്കും. കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായ ഡോക്ടർ അഹമ്മദ് ഹബീബാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. രാജ്യത്തെ ചില കിഴക്കൻ പ്രദേശങ്ങളിലും വടക്കൻ പ്രദേശങ്ങളിലും മഴ അനുഭവപ്പെട്ടു. മൂടൽമഞ്ഞ് രൂപപ്പെടാനുള്ള സാധ്യത കാരണം റെഡ് യെല്ലോ അലർട്ടുകൾ പുറപ്പെടുവിക്കാൻ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അധികാരികൾക്ക് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. അതേസമയം വാരാന്ത്യത്തിൽ കൂടുതൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഭാഗികമായോ ഇടവിട്ടോ മേഘാവൃതമായിരിക്കും. അൽ ഐൻ പോലുള്ള കിഴക്കൻ പ്രദേശങ്ങളിലും റാസൽ ഖൈമ പോലുള്ള വടക്കൻ പ്രദേശങ്ങളിലും മഴയ്ക്ക് സാധ്യതയുണ്ട്. എല്ലാവരും ജാഗ്രത പുലർത്തുകയും മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. 2034 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കാൻ അവസരം ലഭിച്ചതിന്റെ സ്മരണാർത്ഥം പാസ്പോർട്ട് സ്റ്റാമ്പ് സൗദി പുറത്തിറക്കി. അറബിക് ഭാഷയിൽ സൗദിയിലേക്ക് സ്വാഗതം എന്ന മുദ്ര സൗദിയിലെത്തുന്ന രാജ്യാന്തര യാത്രക്കാരുടെ പാസ്പോർട്ടിൽ പതിപ്പിക്കും. കായിക രംഗത്ത് രാജ്യത്തിന്റെ ചരിത്രപരമായ നാഴികക്കല്ല് അടയാളപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് നടപടി. കായിക മന്ത്രാലയം, പാസ്പോർട്ട് വിഭാഗം എന്നിവയുമായി സഹകരിച്ച് ആഭ്യന്തര മന്ത്രാലയമാണ് സ്റ്റാമ്പ് പുറത്തിറക്കിയത്. സൗദി അറേബ്യയിൽ അഴിമതിക്കെതിരെ നടപടികൾ ശക്തമാക്കാൻ ഒരുങ്ങുന്നു. വിവിധ അഴിമതികളും സാമ്പത്തിക കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് 2 ജഡ്ജിമാരും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ നിരവധി പേരെയാണ് അടുത്ത ദിവസങ്ങളിലായി രാജ്യത്തെ അഴിമതി വിരുദ്ധ അതോറിറ്റിയായ നസഹ അറസ്റ്റ് ചെയ്തത്. അഴിമതി ആരോപണങ്ങളിൽ പലരും വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലും ഏജൻസികളിലും ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാണെന്നും നസഹ പ്രസ്താവനയിൽ വ്യക്തമാക്കി. കുറ്റാരോപിതർക്കെതിരെയുള്ള നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്നും പൊതുഭരണ സംവിധാനത്തിലെ അഴിമതിക്കെതിരെ സന്ധിയില്ലാ നിലപാടുമായി മുന്നോട്ടു പോകുമെന്നും നസഹ വ്യക്തമാക്കി. 1.9 കോടി റിയാലുമായി ബന്ധപ്പെട്ട ഒരു സാമ്പത്തിക തർക്കം പരിഹരിക്കുന്നതിന് പകരമായി കൈക്കൂലിയായി വാഗ്ദാനം ചെയ്യപ്പെട്ട 10 ലക്ഷം റിയാലിൽ നിന്നും
6.7 ലക്ഷം റിയാൽ കൈപ്പറ്റിയതിനാണ് നീതിന്യായ മന്ത്രാലയവുമായി ഏകോപിപ്പിച്ച് ജനറൽ കോടതിയിലെ ഒരു ജഡ്ജിയെ നസഹ അറസ്റ്റ് ചെയ്തത്. തട്ടിപ്പിൽ ഉൾപ്പെട്ട മറ്റൊരു ജഡ്ജിയും ഇതേ കേസിൽ അറസ്റ്റിലായി. റിയാദ് മെട്രോയിലെ റെഡ് ഗ്രീൻ ട്രെയിനുകൾ ഡിസംബർ 15 മുതൽ ഓടിത്തുടങ്ങും. കിങ് അബ്ദുള്ള റോഡിനോട് ചേർന്നുള്ള റെഡ് ട്രാക്ക്, കിങ് അബ്ദുൽ അസീസ് റോഡിന് സമാന്തരമായ ഗ്രീൻ ട്രാക്ക് എന്നിവയിലാണ് ഞായറാഴ്ച സർവീസ് ആരംഭിക്കുക. ഇതോടെ റിയാദ് മെട്രോയിലെ 6 ട്രാക്കുകളിൽ 4 ട്രാക്കുകളും പ്രവർത്തിക്കാൻ ആരംഭിക്കും. ബ്ലൂ, യെല്ലോ, പർപ്പിൾ ട്രാക്കുകൾ ഡിസംബർ 1 പ്രവർത്തനം ആരംഭിച്ചിരുന്നു. ജാനുവരി 5 അവശേഷിക്കുന്ന ഓറഞ്ച് ട്രാക്കിൽ സർവീസ് ആരംഭിക്കും. ബ്ലൂ ട്രാക്കിൽ അസീസിയ, കിങ് ഫഹദ് ഡിസ്ട്രിക്ട് സ്റ്റേഷനുകൾ ചൊവ്വാഴ്ച പ്രവർത്തനം ആരംഭിച്ചതായും റിയാദ് പൊതുഗതാഗത അതോറിറ്റി വ്യക്തമാക്കി. 4 പ്രധാന സ്റ്റേഷനുകളടക്കം 85 ട്രെയിൻ സ്റ്റേഷനുകൾ ഉൾപ്പെടുന്നതാണ് റിയാദ് മെട്രോ. പൗരത്വ നിയമത്തിൽ വൻ ഭേദഗതികളുമായി കുവൈറ്റ് ഭരണകൂടം. കുവൈറ്റിന്റെ പ്രഥമ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസുഫ് സൗദൽ സബാഹ് ദേശീയ നിയമത്തിൽ കാര്യമായ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചതായി അൽ സിയാസ ദിനപത്രം റിപ്പോർട്ട് ചെയ്തു. വിവാഹബന്ധത്തിലൂടെ ചില വ്യക്തികൾക്ക് കുവൈറ്റ് പൗരത്വം അനുവദിക്കുന്ന ആർട്ടിക്കിൾ 8 റദ്ദാക്കിയതാണ് പരിഷ്കാരങ്ങളിൽ പ്രധാനം. കുവൈറ്റിന്റെ ദേശീയ ഐഡന്റിറ്റിയുടെ സമഗ്രത സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ മാറ്റങ്ങളെന്ന് അദ്ദേഹം അറിയിച്ചു. ആർട്ടിക്കിൾ 8 പ്രകാരം ലഭിച്ച പൗരത്വത്തെ രാജ്യത്തോടുള്ള കൂറ് വില കൊടുത്തു വാങ്ങുന്ന പരിപാടിയാണെന്ന് വിശേഷിപ്പിച്ച ഇദ്ദേഹം ഇത് പ്രകാരം നൽകിയിട്ടുള്ള പൗരത്വം റദ്ദാക്കാൻ സർക്കാർ തീരുമാനിച്ചതായി വെളിപ്പെടുത്തി. അതേസമയം ഇതുമൂലം പൗരത്വം നഷ്ടമാകുന്ന വ്യക്തികൾക്ക് അവരുടെ മറ്റെല്ലാ അവകാശങ്ങളും തുടർന്നും ലഭിക്കും. പുതിയ ചട്ടക്കൂടിന് കീഴിൽ ഈ വ്യക്തികൾക്ക് പൗരത്വം ലഭിക്കുന്നതിനുള്ള സാധ്യത ഉണ്ടാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കുവൈറ്റ് പൗരന്മാരുടെ വിദേശ ഭാര്യമാർക്ക് പൗരത്വം നൽകുന്നതിനു പകരം അവർക്ക് 15 വർഷത്തെ റെസിഡൻസി നൽകാനാണ് പുതിയ തീരുമാനം. ഇവർക്ക് 15 വർഷത്തിനു ശേഷം റെസിഡൻസി പെർമിറ്റ് പുതുക്കി നൽകും. ദേശീയ ഐഡന്റിറ്റി സംരക്ഷിക്കുന്നതിനോടൊപ്പം കുടുംബസ്ഥിരത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ഈ തീരുമാനമെന്നും ഷെയ്ഖ് ഫഹദ് യൂസുഫ് സൗദൽ സബാഹ് പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. അതേസമയം വ്യാജ പൗരത്വവുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ രാജ്യത്തുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അവ സുതാര്യവും ചിട്ടയായതുമായ പ്രക്രിയയിലൂടെ കണ്ടെത്തി പൗരത്വം റദ്ദാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. അതേസമയം 1970കളിൽ നൽകിയ പൗരത്വങ്ങൾ സൂക്ഷ്മ പരിശോധനയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദേശീയതയുമായി ബന്ധപ്പെട്ട കേസുകൾ സംബന്ധിച്ച അന്തിമ മന്ത്രിതല തീരുമാനവും അമീരി ഉത്തരവും തമ്മിൽ 1 വർഷത്തെ ഇടവേളയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിലൂടെ സമഗ്രമായ നടപടികൾക്കും ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും ആവശ്യമായ സമയവും ലഭിക്കും. ഫോറിൻ കറൻസി നോൺ റെസിഡന്റ് ബാങ്ക് നിക്ഷേപങ്ങളുടെ അതായത് FCNR നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് RBI വർദ്ധിപ്പിച്ചത് പ്രവാസികൾക്ക് ഗുണകരമാകുന്നു. ഇന്ത്യൻ രൂപയെ സമ്മർദ്ദത്തിലാക്കി ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്നും വിദേശ നിക്ഷേപകർ പണം പിൻവലിക്കുന്ന സമയത്ത് കൂടുതൽ വിദേശ മൂലധനം ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കം.